ഗർഭധാരണത്തിനായിട്ട് തയ്യാറെടുക്കുന്ന സ്ത്രീകളിൽ അപസ്മാരം ഉള്ളവരുണ്ടാവുമല്ലോ, അവരൊക്കെ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് പ്രധാനമായിട്ടും? അപ്പോൾ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന ഒരു കൺസെപ്ഷൻ പ്ലാൻ ചെയ്യുന്ന സ്ത്രീകളിൽ മെയിൻലി 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് അത് ചിലർക്ക് കൺസീവ് ചെയ്യേണ്ടെന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് മരുന്നുകൾ കഴിക്കേണ്ടവരുണ്ട്, ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ പലപ്പോഴും പല മരുന്നുകളും ഈ നമ്മൾ കഴിക്കുന്ന മരുന്നുകളായിട്ട് ചിലപ്പോൾ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ഫെയിലിയർ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മരുന്നിൻ്റെ ഡോസ് കൂടുകയും അതിൻ്റെ പ്രശ്നം കാരണം ആ ഭ്രൂണത്തിനും അബോർഷനും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഗർഭധാരണ നിരോധനം, അതായത് നമുക്കൊരു ഓറൽ കോൺട്രാസെപ്ഷൻ, അതിൻ്റെ അഡ്വൈസ് കൂടി ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും മുന്നോട്ട് പോകേണ്ടതാണ് ഒന്നാമത്. 2, ഇനി അഥവാ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ചിലതരം മരുന്നുകളുടെ ഡോസ് നമുക്ക് കുറയ്ക്കണം. ഏതെല്ലാം മരുന്നുകൾ കഴിക്കുന്നു എന്നുള്ളതിൻ്റെ റിവ്യൂ ചെയ്ത് ഇത് നമ്മൾക്ക് ശരിക്കും ഈ മരുന്ന് ആവശ്യമുണ്ടോ എന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിച്ച് അത് ആവശ്യമില്ലെങ്കിൽ മരുന്ന് മാറ്റി ഏറ്റവും റിസ്ക് കുറഞ്ഞ മരുന്നുകൾ കൊടുത്ത്, അതുകൂടാതെ ഫോളിക് ആസിഡ് മുതലായ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് ഉണ്ട് നമുക്ക് ഈ ഭ്രൂണത്തിന് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ. അതും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസമെങ്കിലും അതിന് തയ്യാറെടുത്ത ശേഷം മാത്രമാണ് നമുക്ക് അവരോട് അഡ്വൈസ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇത് സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആ കോൺഫിഡൻസ് രോഗിയിലും ഡോക്ടർക്കും, അതായത് ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ.